പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പാസ്കൽസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന കാര്യവുമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ദ എനർജീസ് പൊസസ്ഡ് ബൈ എ ഫ്ലൂയിഡ്. വാട്ട് ആർ ദ എനർജീസ് എ ഫ്ലൂയിഡ് ക്യാൻ പൊസസ് എന്ന കാര്യമാണ്. ഒരു ദ്രാവകത്തിന് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന് എന്തൊക്കെ തരം എനർജി ഉണ്ടാക്കാൻ പറ്റും? ദ്രാവകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ഒഴുകാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ ഒഴുകുന്നത് കൊണ്ട് അതിന് എന്ത് എനർജി ആയിരിക്കും ഉണ്ടാവുക? ഷുവർ, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി. ഒഴുകുന്നത് മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന എനർജി കൈനറ്റിക് എനർജിയാണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡാമിലൊക്കെ സ്റ്റോർ ചെയ്ത വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത് എന്ന്. അപ്പോൾ ഉയരത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലൂയിഡിന് പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാവും. അപ്പോൾ ഒരു ഫ്ലൂയിഡിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. മൂന്നാമത് ഒരു തരം എനർജിയും കൂടി ഒരു ഫ്ലൂയിഡിന് പൊസസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് പ്രഷർ എനർജി. ഓക്കെ, ഒരു ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യുന്നത് വഴി അതിനൊരു വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് ലഭിക്കുന്ന എനർജിയാണ് പ്രഷർ എനർജി എന്ന് പറയാം. ഉദാഹരണത്തിന്, നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു ഫ്ലൂയിഡ് എടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ ഈ കണ്ടെയ്നറിൽ ഒരു പിസ്റ്റൺ കൊടുത്തിട്ടുണ്ട്. ഒരു സ്മൂത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നിറയെ ഒരു ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. അത് വാട്ടറോ അല്ലെങ്കിൽ എയറോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ പിസ്റ്റന്റെ മുകളിൽ നമ്മളൊരു പി എന്നുള്ള പ്രഷർ അപ്ലൈ ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എഫ് എന്നുള്ള ഫോഴ്സ് പ്രയോഗിക്കുന്നു എന്നും പറയാം. If A is the area of cross section of the piston, what is the work done by the piston or work done on the piston by moving it through a distance delta x? ഇതിനെ നമ്മൾ അമർത്തുകയാണ്. ഇവിടം വരെ നേരത്തെ എയർ അല്ലെങ്കിൽ വാട്ടർ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കണ്ടെയ്നർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ്, അതായത് അതിന്റെ വാൾസ് ഒക്കെ റിജിഡ് ആണ്. നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ഡെൽറ്റ എക്സ് എന്നുള്ള വോളിയം അതിനെ ചുരുക്കി, ലെങ്ത് അതിനെ ചുരുക്കി എന്ന് വിചാരിക്കാം. So what is the work done എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽറ്റ ഡബ്ല്യു, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഡെൽറ്റ എക്സ് എന്നുള്ള ഡിസ്പ്ലേസ്മെന്റിലാണ് അതിന്റെ പിസ്റ്റൺ അമർത്തിയത്. ഓക്കെ, ഫോഴ്സിന് പകരം ഞാൻ മറ്റൊരു തരത്തിൽ എഴുതാൻ പോവാണ്. നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതുകൊണ്ട് ഫോഴ്സ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഫോഴ്സിന് പകരം പി ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ എ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്താണെന്ന് നോക്കൂ. ഇതൊരു സിലിണ്ടറിക്കൽ പോർഷൻ ആണ്. എ ഏരിയ ആണ്, ഡെൽറ്റ എക്സ് അതിന്റെ ലെങ്ത് ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് വരും. ഏരിയ ഇൻറ്റു ലെങ്ത് അതിന്റെ വോളിയമാണ് വരിക. ഏത് സിലിണ്ടറിന്റെയും ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയമാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഈ സ്മോൾ പോർഷന്റെ വോളിയം വി. അതായത് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ഈസ് പി ഇൻറ്റു വി എന്ന് നമുക്ക് കിട്ടുന്നു. ഈ വർക്കാണ് അതിന്റെ പ്രഷർ എനർജി ആയിട്ട് മാറുന്നത്. അതായത് അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനൊരു വർക്ക് എനർജി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതൊരു വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് കംപ്രസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ പ്രഷർ എനർജിയുടെ ഇക്വേഷൻ പി ഇൻറ്റു വി ആണ്. ഈ വർക്കാണ് അതിന്റെ എനർജി ആയിട്ട് മാറിയത്, പ്രഷർ എനർജി ആയിട്ട് മാറുന്നത്. സോ പ്രഷർ എനർജിയെ നമ്മൾ എഴുതുക പി ആർ ഇ എന്നാണ്. പ്രഷർ എനർജി പി ഇ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ, അതുകൊണ്ട് അത് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പി ആർ ഇ എന്ന് പറയുന്നു. പ്രഷർ എനർജി ഈസ് പി ഇൻറ്റു വി. അപ്പൊ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് എനർജി ഓഫ് എ ഫ്ലൂയിഡ്. എന്തൊക്കെയായിരുന്നു? ഒന്ന് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, കെ ഈസ് ഈക്വൽ ടു half mv². അതുപോലെ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് പി ഇസ് ഈക്വൽ ടു mgh. ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് എനർജി. ഇനി ഇതേ കാര്യം തന്നെ മറ്റൊരു തരത്തിൽ എഴുതാണ്. വാട്ട് ഈസ് ദ കെ പെർ യൂണിറ്റ് മാസ്? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു half mv² ബൈ m. That is equal to v² by 2. m കട്ട് ചെയ്തു. അതേമാതിരി വാട്ട് ഈസ് ദ പി പെർ യൂണിറ്റ് മാസ്? mgh നെ നമുക്ക് m കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു g ഇൻറ്റു h. അതേമാതിരി വാട്ട് ഈസ് പി ആർ ഇ പെർ യൂണിറ്റ് മാസ്? ദാറ്റ് ഈസ് ഈക്വൽ ടു പി വി ബൈ m. ഇവിടെ നേരിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല, പക്ഷെ ഇവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വോളിയം ബൈ മാസ് എന്ന് വരുന്നുണ്ട്, അല്ലെ?
നമുക്ക് മാസ് ബൈ വോളിയം ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി റോ എന്ന് പറയാമായിരുന്നു. ഇവിടെയോ വോളിയം ബൈ മാസ് എന്നാണുള്ളത്. അപ്പോൾ ഡിവൈഡ് ബൈ ഡെൻസിറ്റി എന്ന് പറയണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ റോ എന്ന് പറയും. ഓക്കെ, സോ ദീസ് ആർ ദ ത്രീ ടേംസ് ഫോർ യൂസ്ഡ് ഫോർ എനർജി പെർ യൂണിറ്റ് മാസ്. കെ ഇ പെർ മാസ് ആണെങ്കിൽ വി സ്ക്വയർ ബൈ 2, പി ഇ പെർ മാസ് ആണെങ്കിൽ ജി എച്ച്, പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ പി ബൈ റോ. ഇനി ഇതേപോലെ തന്നെ വാട്ട് ആർ ദ എനർജീസ് പെർ യൂണിറ്റ് വോളിയം. ഇപ്പൊ പെർ യൂണിറ്റ് മാസ് ആണ് നമ്മൾ ചെയ്തത്. അതേപോലെ വാട്ട് ഈസ് എനർജി പെർ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. അത് നമുക്ക് കെയുടെ ഇക്വേഷനെ ഹാഫ് എം വി സ്ക്വയറിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ബൈ വി. ഈ രണ്ട് വിയും ഡിഫറെന്റ് ആണ്. ഹാഫ് എം വി സ്ക്വയറിന്റെ വി വെലോസിറ്റി ആണ്, ഇത് വോളിയാണ്. അപ്പൊ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് വെലോസിറ്റി ഒന്ന് വോളിയാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മാസ് ബൈ വോളിയം എന്നുള്ളത് ഡെൻസിറ്റി ആക്കാം. റോ വി സ്ക്വയർ ബൈ 2. അതേമാതിരി പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു mgh ബൈ വി. ഇവിടെ മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ്, റോ ജി എച്ച്. ഓക്കെ, മൂന്നാമത്തത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം that is equal to PV by V that is equal to P. ഇങ്ങനെയും കിട്ടുന്നു. അപ്പൊ നമ്മൾ 3 തരം എനർജീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അത് പെർ യൂണിറ്റ് മാസ് ആവുമ്പം ആ ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് മനസ്സിലാക്കി. അതേപോലെ പെർ യൂണിറ്റ് വോളിയം വരുമ്പോൾ എന്താവുമെന്ന് മനസ്സിലാക്കി. ഇതൊക്കെ പറഞ്ഞത് ഈ ഫ്ലൂയിഡ് എനർജിയെ പറ്റി പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തിയറം നമുക്ക് പഠിക്കാനുണ്ട്. ഫ്ലൂയിഡ് എനർജിയുടെ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറാണ് ബെർണോളിസ് തിയറം. ബെർണോളിസ് ഇക്വേഷൻ ഓർ ബെർണോളിസ് തിയറം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എനർജിയുടെ കാര്യം പറഞ്ഞത്. ഡാനിയൽ ബെർണോളി എന്നുള്ള 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സ്വിറ്റ്സർലാൻഡുകാരനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിരുന്നു. ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നതിലും ഉപരിയായിട്ട് അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അതിലും അധികം അദ്ദേഹം പല മേഖലകളിലും ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച ആളായിരുന്നു. അദ്ദേഹം ഒരു ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു അനാട്ടമിയിലെ പ്രൊഫസറായിരുന്നു. മാത്തമാറ്റിക്സിനുള്ള ഏറ്റവും പ്രശസ്തമായ സമ്മാനം 3 തവണ നേടിയ ആളാണ്. അതിനപ്പുറം അദ്ദേഹം അറിയപ്പെടുന്നത് ബെർണോളിസ് ഇക്വേഷൻ എന്നുള്ള അല്ലെങ്കിൽ ബെർണോളിസ് തിയറം എന്നുള്ള കണ്ടുപിടുത്തത്തിൽ, ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ പേരിലാണ്. According to Daniel Bernoulli or according to Bernoulli's theorem, the total energy of a fluid, that is the sum of kinetic energy, potential energy and pressure energy per unit volume of a fluid is a constant. ഇതാണ് Bernoulli's theorem. So Bernoulli's equation proves energy of conservation. Energy of conservation ആണ് അത് മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പൊ അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് എ കോൺസ്റ്റന്റ്. എങ്ങനെ എടുക്കണം? ദ ടോട്ടൽ എനർജി ദാറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പ്രഷർ എനർജി. ഇത് മൂന്നും ചേർന്നതാണല്ലോ ഒരു ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി. ഇത് മൂന്നും എടുക്കുക. ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ഈസ് എ കോൺസ്റ്റന്റ്. പെർ യൂണിറ്റ് വോളിയം നമ്മളിവിടെ ചെയ്തു വെച്ചു. ഒന്ന് പി ആണ്, ഒന്ന് റോ വി സ്ക്വയർ ബൈ 2 ആണ്, ഒന്ന് റോ ജി എച്ച് ആണ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം. ബെർണോളിസ് തിയറത്തിന്റെ മാത്തമാറ്റിക്കൽ ഫോം എങ്ങനെയായിരിക്കും? ഒന്നാമത്തത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പി പ്ലസ് ഇത് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് മൂന്നാമത്തത് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ് തിയറം പറയുന്നത്? The total energy of a fluid, that is the sum of potential energy, kinetic energy and pressure energy per unit volume of a fluid is a constant. അതിന്റെ കൂടെ 1-2 വാക്കുകളും കൂടെ ചേർക്കാനുണ്ട്. ടോട്ടൽ എനർജി ഓഫ് an incompressible നോൺ വിസ്കസ് ഫ്ലൂയിഡ്. നോൺ വിസ്കസ് എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ്, വിസ്കസ് അല്ലാത്ത ഫ്ലൂയിഡ്. ദ്രാവകങ്ങൾക്ക് ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഒഴുകാൻ ബുദ്ധിമുട്ടുള്ള ദ്രാവകങ്ങളെ വിസ്കസ് ഫ്ലൂയിഡുകൾ എന്ന് പറയും. ഇപ്പം നമുക്ക് അറിയാം തേന്
അല്ലെങ്കിൽ ടാറ് അതുപോലെയുള്ള കൊഴുത്ത ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ഫ്ലൂയിഡ്സ് ഉണ്ട്, വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ദ്രാവകങ്ങൾ നിലത്ത് വീണാൽ വെള്ളം പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പെട്രോള് മണ്ണെണ്ണ പോലെയുള്ളത് വിസ്കോസിറ്റി വളരെ കുറഞ്ഞതാണ്, വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പൊ ഇവിടെ പറയുന്നത് ദ ടോട്ടൽ എനർജി ഓഫ് എൻ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് fluid, that is the sum of potential energy, kinetic energy and pressure energy per unit volume is a constant. ഈ ഇക്വേഷൻ നമുക്ക് വേറൊരു തരത്തിൽ മാറ്റാം. അതായത് എല്ലാ ടേമിനെയും റോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ വേറൊരു തരത്തിലാവും പി ബൈ റോ പ്ലസ് അടുത്ത ടേമിനെ റോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റോ ക്യാൻസൽ ആയി പോവും, ബാക്കി വി സ്ക്വയർ ബൈ 2 പ്ലസ് അടുത്ത ടേമിനെ റോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ജി എച്ച് മാത്രമാവും ഈക്വൽ ടു കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിനെ റോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോൺസ്റ്റന്റ് തന്നെയാണ്, വീണ്ടും മറ്റൊരു കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ഇനി അടുത്ത വേറൊരു തരത്തിൽ ഇക്വേഷൻ പറയാം നമുക്ക്. ഈ ആദ്യത്തെ ഇക്വേഷന് ഓരോ ടേമിനെയും റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യാം, റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ ടേം പി ബൈ റോ ജി പ്ലസ് ഇതിന് റോ ജി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ വി സ്ക്വയർ ബൈ 2 റോ വെട്ടിപ്പോവും, ജി റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റോയും റോയും വെട്ടിപ്പോവും, ജി ബാക്കിയാവും പ്ലസ് അടുത്ത ടേമിൽ റോ ജി വെട്ടിപ്പോയി ബാക്കി എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇങ്ങനെ 3 തരത്തിൽ ബെർണോളിസ് ഇക്വേഷൻ പറയാം, 3 തരത്തിൽ പറയാം. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പഠിക്കുക, ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് ഇതും ഇതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയേ, ഇതിൽ പ്രഷർ ഉള്ള ഒരു ടേം പ്ലസ് വെലോസിറ്റി ഉള്ള ഒരു ടേം പ്ലസ് ഹൈറ്റിന്റെ ഒരു ടേം ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ ഹൈറ്റ് ഒരേ ലെവലിലാണ് ഒരു ദ്രാവകം ഒഴുകുന്നത്, ഹൈറ്റ് വ്യത്യാസമൊന്നുമില്ല, നിരപ്പായിട്ട് ആണ് ഒഴുകുന്നതെങ്കിൽ ഹൈറ്റിന്റെ ടേം നമുക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല, ഹൈറ്റ് കോൺസ്റ്റന്റിന്റെ ഭാഗത്തേക്ക് മാറ്റാം. അപ്പൊ പ്രഷർ ഉള്ള ഒരു ടേം പ്ലസ് വെലോസിറ്റി ഉള്ള ഒരു ടേം ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് വരിക. അതിന്റെ അർത്ഥം പ്രഷറിന്റെ ഈ ടേം കൂടുകയാണെങ്കിൽ ഈ ടേം എന്താവണം, കുറയണം, എന്നാൽ മാത്രമേ ഉത്തരം കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ ടേമിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ രണ്ടാമത്തെ ടേമിന്റെ വാല്യൂ കൂടണം. അതായത് പ്രഷറിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ വെലോസിറ്റിയുടെ വാല്യൂ കൂടണം, പ്രഷറിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ വെലോസിറ്റിയുടെ വാല്യൂ കുറയണം. അങ്ങനെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ പോവുക. ബെർണോളിസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, നമുക്ക് പിന്നീട് അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും പുറകിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഐഡിയ ഇതാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഐഡിയ ബിഹൈൻഡ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് പഠിക്കണം, പ്രൂവ് ചെയ്യണം. ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ്. പ്രൂഫ് പഠിക്കാൻ നമ്മളൊരു നോൺ യൂണിഫോം പൈപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. നോൺ യൂണിഫോം പൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും ഒരേ വണ്ണമല്ലാത്ത പൈപ്പ്. യൂണിഫോം പൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റത്തിനും ഒരേ വണ്ണമുള്ള പൈപ്പ്. ഇത് അങ്ങനെയല്ല, രണ്ടറ്റവും 2 വണ്ണമുള്ള ഒരു പൈപ്പാണ് നമ്മൾ എടുക്കുന്നത്. നോക്കൂ, ഇങ്ങനെ രണ്ടറ്റത്തിനും വണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഏരിയ A1, ഇവിടുത്തെ ഏരിയ A2. ഓക്കെ, രണ്ടറ്റവും തറനിരപ്പിൽ നിന്നുള്ള ഹൈറ്റ് ഡിഫറെന്റ് ആണ്. ഇവിടെ ഹൈറ്റ് H1 ആണ്, ഇവിടുത്തെ ഹൈറ്റ് H2 ആണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഒരു ദ്രാവകം ഇതിൽ ഇങ്ങോട്ട് ഒഴുകാണ് എന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒഴുകാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ ഒന്നും ഒരു ദ്രാവകത്തിന് ഒഴുകാൻ പറ്റില്ല. ഇത് താഴ്ന്ന സ്ഥലമാണ്, ഇത് ഉയർന്ന സ്ഥലമാണ്. ഇവിടുന്ന് തള്ളി കൊടുക്കാതെ ഇങ്ങോട്ട് ഉയർന്ന് പോകാൻ പറ്റില്ല, എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ലാതെ ഉയരാൻ പറ്റില്ല. അതായത് മോട്ടോർ വെച്ചോ എന്തെങ്കിലും വെച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതെ ഉയരില്ല, അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തുനിന്ന് താഴേക്ക് വരുള്ളൂ. നമ്മുടെ ലിക്വിഡ് ഇവിടുന്ന് താഴെ നിന്ന് മേലോട്ടാണ് പോകുന്നത്. അപ്പൊ പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2. ഓക്കെ, ഇനി ഈ 2 സ്ഥലത്തെയും ഏരിയ ഡിഫറെന്റ് ആണെന്ന് കണ്ടു. അപ്പൊ ഇതിന്റെ വെലോസിറ്റിയുടെ കാര്യം നമുക്ക് എന്ത് പറയാം, നമുക്ക് അസ്യൂം ചെയ്ത് നോക്കാം. വെലോസിറ്റി ഈ വണ്ണം കുറഞ്ഞ ഭാഗത്ത് കൂടുതലും വണ്ണം കൂടിയ ഭാഗത്ത് വെലോസിറ്റി കുറവായിരിക്കും. നമ്മളിപ്പോ ഒരു ഹോസിൽ കൂടെ വെള്ളം വരികയാണ്, ഒരു കുഴലിൽ കൂടെ വെള്ളം വരികയാണ്. ഓക്കെ, അതിന് നമ്മൾ വിരല് വെച്ച് അടച്ചു പിടിച്ചു. അപ്പൊ നമ്മുടെ അതേ വെള്ളം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്, പക്ഷെ അത് ചീറ്റി വരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ആ ഓസിന്റെ വായുവട്ടം ഏരിയ കുറയ്ക്കുകയാണ് ചെയ്തത്. ഏരിയ കുറച്ചപ്പം വെലോസിറ്റി കൂടി.
അത് ആ വിരൽ വിട്ടപ്പോഴോ ഏരിയ കൂടിയപ്പം വെലോസിറ്റി കുറഞ്ഞു അല്ലെ. അപ്പൊ രണ്ട് സ്ഥലത്തെയും വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഏരിയ കുറഞ്ഞിടത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും, ഏരിയ കൂടിയെടുത്ത് വെലോസിറ്റി കുറവായിരിക്കും. അപ്പൊ വെലോസിറ്റിയും കൂടെ മാർക്ക് ചെയ്യുകയാണ് ഇവിടെ. ഇവിടുത്തെ വെലോസിറ്റി v1, ഇവിടുത്തെ വെലോസിറ്റി v2. അപ്പം a1, p1, v1, h1 ഇത് ഏരിയ, പ്രഷർ, വെലോസിറ്റി, ഹൈറ്റ്. അറ്റ് ദ എൻഡ് എ, ഈ എൻഡിന് എ എന്ന് പറയാം. a2, p2, v2, h2 അറ്റ് ദ എൻഡ് ബി. ഓക്കെ, ഇനിയിപ്പോ ഈ ദ്രാവകം ഇങ്ങനെ ഒഴുകണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് പ്രയോഗിച്ചതുകൊണ്ടാണ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ അറ്റ് ദ എൻഡ് എ? എയിൽ ചെയ്ത വർക്കാണ് നമുക്ക് കാണേണ്ടത് W1. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നീങ്ങിയ ഡിസ്റ്റൻസ് ലെറ്റ് ഇറ്റ് ബി L1. ഇവിടെ നീങ്ങിയ ഒരു സെക്കൻഡിൽ ഈ ദ്രാവകം നീങ്ങിയ ഡിസ്റ്റൻസ്, ഇപ്പൊ ഒരു സെക്കൻഡ് ഇവിടുന്ന് തുടങ്ങി ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക് ഇവിടം വരെ എത്തി L1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഫോഴ്സിന് പകരം ഞാൻ ഇങ്ങനെ എഴുതാണ്, നേരത്തെ പറഞ്ഞ മാതിരി P1 A1. ഫോഴ്സിന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ P1 A1, ഡിസ്പ്ലേസ്മെന്റ് L1. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് L1 ആണെന്ന് വിചാരിക്കുക. ഒരു സെക്കൻഡിൽ ദ്രാവകം നീങ്ങിയ ദൂരമാണ് L1. അപ്പം ഫോഴ്സിന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ, ഡിസ്പ്ലേസ്മെന്റ് L1. ഏരിയ ഇൻറ്റു ലെങ്ത് എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ വോളിയം അല്ലെ. ദാറ്റ് ഈസ് P1 ഇൻറ്റു V1. ഇവിടെ ഉണ്ടായ വോളിയം P1 ഇൻറ്റു V1. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ അറ്റ് ദ എൻഡ് എ. വാട്ട് ഈസ് ദ വർക്ക് ഡൺ അറ്റ് ദ എൻഡ് ബി? ദിസ് ഈസ് W1. വാട്ട് ഈസ് ദ വർക്ക് ഡൺ അറ്റ് ദ എൻഡ് ബി? ദാറ്റ് ഈസ് W2. ദാറ്റ് ഈസ് അവിടെയും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടുത്തെ ഫോഴ്സിന് പകരം അവിടുത്തെ പ്രഷർ ഇൻറ്റു അവിടുത്തെ ഏരിയ P2 ഇൻറ്റു A2 ഇൻറ്റു അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് L2. ഇവിടെ നീങ്ങി അത്ര ആവണമെന്നില്ല, ഇവിടെ നീങ്ങിയത്, അതുകൊണ്ട് A2 ഇൻറ്റു L2. ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു A2 ഇൻറ്റു L2 ഈസ് നേരത്തെ A1 L1 V1 ആയ പോലെ A2 L2 ഈസ് V2. വോളിയമാണ് P2 into V2. That is work done at the end B. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം ആലോചിച്ചേ. ഈ വോളിയം എന്ന് പറയുന്നത് രണ്ട് എൻഡിലും സെയിം ആയിരിക്കും. അതെന്തുകൊണ്ടാ? ഇവിടുന്ന് എത്ര ദ്രാവകം ഇങ്ങോട്ട് കയറിയോ അത്രയും ദ്രാവകമാണ് പുറത്തേക്ക് ഇറങ്ങുക. ഇതിൽ എവിടേക്കും പുറത്തുനിന്ന് വന്നിട്ട് ദ്രാവകം ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യപ്പെടുന്നില്ല, ഇവിടുന്ന് ലീക്കായിട്ട് പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ കയറിയ അത്രയും സാധനമാണ് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുക. സോ V1 എന്ന് പറയുന്നതും V2 എന്ന് പറയുന്നതും തുല്യമാണ് അല്ലെ. എത്ര ഇങ്ങോട്ട് അധികം വന്നോ അത്രയാണ് പുറത്തേക്ക് പോകേണ്ടത്, ബാക്കി ആ ട്യൂബിലുണ്ട്. അപ്പൊ V1 എന്ന് പറയുന്നതും V2 എന്ന് പറയുന്നതും തുല്യമായിരിക്കും. സോ അത് നമുക്ക് ഇനി സെപ്പറേറ്റ് V1 V2 എന്ന് പറയേണ്ട കാര്യമില്ല, V എന്ന് പറഞ്ഞാൽ മതി, സിൻസ് ദേ ആർ ഈക്വൽ. അപ്പൊ P1Vയും P2Vയും ആണ് രണ്ടറ്റത്തെ വർക്ക് ഡൺ. അപ്പൊ വാട്ട് ഈസ് ദ നെറ്റ് വർക്ക് ഡൺ? നെറ്റ് വർക്ക് ഡൺ, അതിന് W എന്ന് ഞാൻ പറയാണ്. നെറ്റ് വർക്ക് is equal to W. That is equal to, ഇപ്പൊ എങ്ങനെയാ കാണുക? കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളത് കുറയ്ക്കാം. അപ്പൊ നെറ്റ് വർക്ക് കിട്ടും. ഇവിടുന്ന് തള്ളി കൊടുത്തുകൊണ്ടാണ് അത് അങ്ങോട്ട് പോയത്. അപ്പൊ ഇവിടെയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സോ P1V മൈനസ് P2V. That is W is equal to, ഇവിടെ എഴുതാം, W is equal to P1 minus P2 into V. Okay, P1V minus P2V, P1 minus P2 into V. That is equation 1. ഇതിന്റെ ഒരു പോർഷനാണ്, ഡെറിവേഷന്റെ ഒരു പോർഷനാണ്. നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത് ഒന്നും കൂടെ പറയാം. നമ്മൾ ഈ സൈഡിൽ എത്രയാണ് ഫ്ലൂയിഡിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വർക്ക് ഡൺ അറ്റ് ദ എൻഡ് എ, ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഈസ് പ്രഷർ ഇൻറ്റു ഏരിയ P1 A1, ഡിസ്പ്ലേസ്മെന്റ് L1 ആണെന്ന് വിചാരിക്കുക. A1 ഇൻറ്റു L1 V. ദാറ്റ് ഈസ് V1 ആണ്, നമ്മൾ തൽക്കാലം V എന്ന് പറയുന്നു. P1 ഇൻറ്റു V. What is the work done at the end B? Force into displacement. Force P2 A2, displacement L2 ആണ്. A2 into L2 വോളിയാണ്. രണ്ട് സ്ഥലത്തെയും വോളിയം ഈക്വൽ ആയതുകൊണ്ടാണ് V എന്ന് പറഞ്ഞത്. P2 into V ആണ് ഇവിടുത്തെ വർക്ക് ഡൺ. സോ വാട്ട് ഈസ് ദ നെറ്റ് വർക്ക് ഡൺ? ദാറ്റ് ഈസ് ഈ എൻഡിലെ വർക്ക് മൈനസ് ഈ എൻഡിലെ വർക്ക്. P1V മൈനസ് P2V, ദാറ്റ് ഈസ് P1 മൈനസ് P2 into V. ഓക്കെ, അപ്പൊ ഇത് റിമൂവ് ചെയ്യാണ്.
ഈ വർക്ക് എന്തായിട്ടായിരിക്കും ഈ ലിക്വിഡിന്റെ മുകളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു? ഇപ്പം ഇത് എന്തായിട്ടാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുക? നമ്മൾ കഴിഞ്ഞ വർക്ക് എനർജി തിയറം എന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഡൺ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഇറ്റ്സ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, വർക്ക് എനർജി തിയറത്തിൽ. ഇവിടെ കൈനറ്റിക് എനർജി മാത്രമല്ല ചേഞ്ച് ചെയ്യുന്നത്, ഉയരം മാറുന്നുണ്ട്. ഈ ഹൈറ്റിൽ നിന്ന് ഈ ഹൈറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഉയരം മാറുന്നത് കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി മാറുന്നുണ്ട്. പ്രഷർ എനർജി മാറുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നേരത്തെ പ്രഷർ എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞ ഒരു അടച്ച കണ്ടെയ്നറിലെടുത്ത് കംപ്രസ് ചെയ്യുമ്പോഴാണ് പ്രഷർ എനർജി ഉണ്ടാവുന്നത്. ഇത് അടച്ച കണ്ടെയ്നർ അല്ല, ഇത് തുറന്നൊരു കുഴലാണ്. അപ്പൊ അതിന് പ്രഷർ എനർജിയുടെ കേസ് വരുന്നില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ ചെയ്ത വർക്ക് എന്തായിട്ടാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്? അതിന്റെ എനർജി ചേഞ്ചുകളായിട്ടാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഏതൊക്കെ എനർജി? കൈനറ്റിക് എനർജിയുടെ ചേഞ്ചും പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ചുമായിട്ടാണ് ഈ വർക്ക് ഡൺ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ദിസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ KE ആൻഡ് PE. അപ്പൊ എത്രയാണ് ചേഞ്ച് ഇൻ KE എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ KE? രണ്ടറ്റത്തെയും കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ച് എത്രയാണ്? ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? അതിന്റെ ചേഞ്ച് എത്രയാണ്? That is equal to change in KE is equal to ഇവിടുത്തെ കൈനറ്റിക് എനർജി, ഇവിടുത്തെ വെലോസിറ്റി V2 ആണ്. അപ്പൊ അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് mv2². അതാണ് അവിടുത്തെ കൈനറ്റിക് എനർജി. മൈനസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് mv1². ഓക്കെ, സോ ഹാഫ് mv2² മൈനസ് ഹാഫ് mv1². ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ KE. അത് ഒന്നിച്ചെഴുതാം, ഹാഫ് mv2² മൈനസ് v1². That is the change in KE. ഇനി ചേഞ്ച് ഇൻ PE, പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച് എത്രയാണ്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഹൈറ്റ് h2 ആണ്. സോ mgh2 ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഈ അറ്റത്തെ, ദാറ്റ് ഈസ് mgh1. സോ ചേഞ്ച് ഇൻ PE ഈസ് mgh2 മൈനസ് mgh1. ഓക്കെ, അത് കോമൺ ഫാക്ടർ ആക്കി എടുക്കുന്നു. mg into h2 മൈനസ് h1. അപ്പൊ ഇതാണ് വർക്ക് ഡൺ, നമ്മൾ ഇക്വേഷൻ 1 ആക്കി വെച്ചത്. ഇതാണ് ചേഞ്ച് ഇൻ KE, ഇതാണ് ചേഞ്ച് ഇൻ PE. സോ ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി, ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv2² മൈനസ് v1² പ്ലസ് പിയുടെ ചേഞ്ച് mgh2 മൈനസ് h1. ദാറ്റ് ഈസ് ദ ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി. ദാറ്റ് ഈസ് ഇക്വേഷൻ 2. ഈ ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി എന്ത് കാരണമാണ് ഉണ്ടായത്? അതിന്റെ മുകളിലുണ്ടായ വർക്ക് ഡൺ കാരണമാണ് ഉണ്ടായത്. അപ്പൊ നമുക്ക് അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഈ വർക്ക് ഡൺ ആണ് ഈ എനർജി ചേഞ്ചിന് കാരണമായത്. സോ വി ആർ ഇക്വേറ്റിംഗ് ദോസ് ടു equations. ലെഫ്റ്റ് സൈഡില് P1 മൈനസ് P2 into V ഈക്വൽ ടു റൈറ്റ് സൈഡില് ഹാഫ് mv2² മൈനസ് v1² പ്ലസ് mgh2 മൈനസ് h1. ഓക്കെ, ഈ V കൊണ്ട് മൊത്തം ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. വോളിയം കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ P1 മൈനസ് P2 എന്ന് മാത്രമാവും. P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വരും? ഹാഫ് മാസ് ബൈ വോളിയം എന്ന് വരും. മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി v2² മൈനസ് v1² പ്ലസ് അടുത്ത ടേമിനും ഡിവൈഡ് ചെയ്യാനുണ്ട്. അവിടെയും മാസ് ബൈ വോളിയം എന്ന് വരും. മാസ് ബൈ വോളിയം വരുമ്പോൾ ഡെൻസിറ്റി ρgh2 മൈനസ് h1. ഓക്കെ, നമുക്ക് എത്തേണ്ട ഇക്വേഷൻ ഇവിടെ പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ ഇവിടെ ഉണ്ട്, അതിലേക്ക് എത്തുകയാണ്. ഒരു കാര്യം ചെയ്യാം, 1 ഉള്ള ടേം ഒക്കെ ഇപ്പുറത്തേക്ക് എടുക്കാം, 2 ഉള്ള ടേം ഒക്കെ അപ്പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് ടേംസിന്. P1 ഇവിടെ ഉണ്ട്, ഇവിടെ ഇതാ ഒരു ടേം ഉണ്ട് ഹാഫ് v1² എന്നൊരു ടേം ഉണ്ട്. അത് മൈനസ് ആണ്, അപ്പൊ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. പ്ലസ് ഹാഫ് v1². ഇവിടെ ഇതാ മൈനസ് ρgh1 ഒരു ടേം ഉണ്ട്, അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. പ്ലസ് ρgh1 ഈക്വൽ ടു 2 ഉള്ള ടേം ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. P2 മൈനസ് ഉള്ള അപ്പുറത്തേക്ക് പോയപ്പോൾ പ്ലസ് ആയി. പിന്നെ ഇത് പ്ലസ് ഹാഫ് v2² പ്ലസ് ρgh2. ഓക്കെ,
അപ്പോൾ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 is equal to P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിൽ 1ഉം 2ഉം ഇടാൻ പറ്റുന്നതിനാണ് നമ്മൾ ഇട്ടത്. P1 പ്രഷർ ഡിഫറൻ്റ് ആണ്, പ്ലസ് ഹാഫിന് പിന്നെ 1ഉം 2ഉം ഇല്ല, റോ കോൺസ്റ്റന്റ് ആണ്, ആ ഒരു ലിക്വിഡ് ഒഴുകുകയാണ്, അപ്പോൾ അതിന്റെ കോൺസ്റ്റന്റ് ആണ്, അതിന് പറ്റില്ല. വെലോസിറ്റി ഡിഫറൻ്റ് ആയതുകൊണ്ട് V1 സ്ക്വയർ പ്ലസ് റോയും ജിയും പിന്നെ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്, H1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. Therefore we can say P plus half rho V square plus rho GH equal to constant. നിങ്ങൾ ബോയിൽസ് ലോ ഒക്കെ പഠിച്ചപ്പം P1 V1 ഈക്വൽ ടു P2 V2 എന്ന് പഠിച്ചിട്ടുണ്ടാവും. അതായത് PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് P1 V1 ഈക്വൽ ടു P2 V2 എന്ന് പറയാൻ പറ്റുക. അതേമാതിരി തന്നെ തിരിച്ച് P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2 എന്ന് കിട്ടുകയാണെങ്കിൽ we can say P plus half rho V square plus rho GH equal to constant. So this is the proof of Bernoulli's theorem. നമ്മൾ ഉദ്ദേശിച്ച തുടങ്ങിയ ഇക്വേഷൻ തന്നെ എത്തുകയുണ്ടായി. So that is a proof and this is a very very important proof. സ്ഥിരമായിട്ട് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ഇക്വേഷനും അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെയാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ എഴുതി പഠിക്കണം. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ള ആശയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഉള്ളത്. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ എയറോപ്ലെയിൻ്റെ പ്രിൻസിപ്പിള്, അതുപോലെ അറ്റോമൈസർ സ്പ്രെയറിൻ്റെ പ്രിൻസിപ്പിൾ, അതൊക്കെ ബെർണോളീസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നന്നായിട്ട് തന്നെ മനസ്സിരുത്തി പഠിക്കും. ഓക്കെ.